ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബലരാമൻ പറയുന്നുണ്ട്, സാഗറിന്റെ സുജാതയുടെ ഹൃദയത്തെ കയറി പറ്റുക എന്നതായിരുന്നു എൻ്റെ ആദ്യത്തെ ലക്ഷ്യം. അത് പൂർണ്ണ രൂപത്തിൽ ലക്ഷ്യം കണ്ടു. ഇനി ആ ഹൃദയങ്ങളെ ഞാൻ തരിപ്പണമാക്കും. എന്നിട്ട് അതൊരു തളികയിലാക്കി ഇവിടെ അച്ഛൻ്റെ അമ്മയുടെയും കാൽപാദത്തിൽ ഞാനത് കൊണ്ടുവന്ന് വെക്കും. അത് കേട്ട് അവൻ്റെ അച്ഛനും അമ്മയ്ക്കും സന്തോഷമാവുന്നുണ്ട്. അവൻ്റെ അമ്മയോട് പറയും, എനിക്ക് വേണ്ടി അമ്മ ജീവിച്ചതിന് പകരമായി ഞാൻ അമ്മയ്ക്ക് വേണ്ടി ജീവിക്കും. ആ ജീവിതത്തിൽ അമ്മ ആഗ്രഹിക്കുന്നതെല്ലാം ഞാൻ അമ്മയ്ക്ക് നേടിത്തരും. പിന്നീട് കാണിക്കുന്നത് സാഗറും സുജിയും കൂടെ സംസാരിക്കുന്നതാണ്. സാഗർ പറയുന്നുണ്ട്, മനസ്സിന് വല്ലാത്ത ശാന്തത തോന്നുന്നു. അകന്നു നിന്ന സ്വന്തം കുട്ടി തിരികെ വന്ന ഫീല്. ബലരാമനെ പറ്റി ചിന്തിക്കുമ്പം അങ്ങനെയാ തോന്നുന്നത്. സുജിയും പറയും, അതെ, അമ്മേന്ന് വിളിച്ചപ്പം നമ്മളുടെ മോൻ വിളിക്കുന്ന പോലെ തന്നെ. ആ സമയമാണ് കൃഷ് അങ്ങോട്ട് വരുന്നത്. സുജിയുടെ കയ്യിലെ കെട്ട് കണ്ട് അവൻ ഓടി അമ്മയുടെ അടുത്ത് വരും. എന്തു പറ്റി അമ്മയെന്ന് ചോദിക്കും. സാഗർ പറയും, നല്ല മോനെ, ഇത് പറയാൻ വേണ്ടി നിന്നെ എത്ര തവണ വിളിച്ചു, നിന്നെ കിട്ടണ്ടേ, എന്താ സംഭവിച്ചെന്ന് പറ. കൃഷി പറയുമ്പോൾ സുജി പറയുന്നുണ്ട്, എടാ സംഭവിക്കുന്നതല്ല നല്ലതിനാണെന്ന് പറയാറില്ലേ, അത് സത്യമായിട്ട് വന്നു. ഫിഷ് ടാങ്ക് എടുത്തപ്പം കയ്യിൽ നിന്ന് വഴുതി അതിൻ്റെ ചില്ല് കൊണ്ടാ കൈ മുറിഞ്ഞത്. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അമ്മേ. കൃഷി പറയുമ്പോൾ സുജി പറയുന്നുണ്ട്, പക്ഷെ മോനെ, വലിയൊരു ബന്ധത്തിൻ്റെ തുടക്കമായിട്ട് മാറി ഇത്. സാഗർ പറയും, അമ്മ പറയുന്നത് നേരാടാ, നീ ഞങ്ങളുടെ മുഖത്തേക്കൊന്ന് നോക്കിക്കേ, ഒരു സന്തോഷം കാണുന്നില്ലേ? നമ്മളുടെ കുടുംബത്തേക്ക് പുതിയൊരു അംഗം വന്നതിൻ്റെ സന്തോഷമാ. കൃഷി പറയും, വളച്ച് ഓരോന്ന് പറയാതെ കാര്യം എന്താന്ന് നേരെ പറ അച്ഛാ. സുജി പറയും, എടാ, ഞാനിവിടെ ചോര ഒലിപ്പിച്ച് കിടന്നപ്പോൾ രക്ഷകനായിട്ട് ഒരാൾ വന്നു. അത് ആരാണെന്ന് നിനക്ക് ഊഹിക്കാൻ പറ്റുമോ? കൃഷി ചോദിക്കും, രക്ഷകനോ? അതേത് രക്ഷകൻ? സാഗർ ബലരാമൻ എന്ന് പറയുമ്പോൾ കൃഷി ഞെട്ടലോടെ ചോദിക്കും, ഏത് ബലരാമൻ? സാഗർ പറയും, എടാ, നീ സംശയിക്കുന്ന ബലരാമൻ തന്നെ, BR ഡിസൈൻസിന്റെ ചെയർമാൻ. ഡൽഹി പ്രോജക്റ്റ് നമ്മളുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത ബലരാമൻ. കൃഷി ചോദിക്കും, എന്നെ പറ്റിക്കാൻ പറയുന്നതാണോ? സാഗർ പറയും, എടാ, ബലരാമനാന്ന് ആ കുട്ടി പറഞ്ഞപ്പോൾ ഞങ്ങളും വിചാരിച്ചത് പറ്റിക്കാൻ പറയുവാന്നാ. മോനെ, വിശ്വസിക്കാൻ പറ്റാത്ത ചില സത്യങ്ങളില്ലേ, അങ്ങനെ ഒന്നായിരുന്നു ഇവിടെ നടന്നത്. അങ്ങനെ ഉണ്ടായ കാര്യങ്ങളെല്ലാം സാഗർ കൃഷിനോട് പറയുന്നുണ്ട്. എല്ലാം കഴിയുമ്പോഴത്തേക്ക് സുജി പറയും, എടാ, നിന്നേക്കാളും 2-3 വയസ്സേ കൂടുതൽ കാണൂ, പക്ഷെ എല്ലാ ഗുണങ്ങളും ആ മകനിൽ കാണാൻ പറ്റും. ആ സമയം ആൻറ്റിയമ്മയും കൃപയും അങ്ങോട്ട് വരും. സാഗർ പറയും, ഇത്രയും ചെറു പ്രായത്തിൽ തന്നെ പല രാജ്യങ്ങളിലായിട്ട് എന്തുമാത്രം ബിസിനസ്സാ. എടാ, നീ നോക്കിക്കോ, അവൻ എൻ്റെ പ്രായത്തിലെത്തുമ്പം ഈ ലോകം തന്നെ കീഴടക്കും. കൃഷി ചോദിക്കും, നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? നമ്മളുടെ കമ്പനിയെ തകർക്കാൻ കച്ച കെട്ടി ഇറങ്ങിയവനെ എടുത്ത് തലയിൽ വെക്കുന്നോ? അവൻ അമ്മയുടെ മുറിവ് കെട്ടിയിട്ടുണ്ടെങ്കിൽ എന്തോ ഒന്ന് തീർച്ചയായിട്ടും മനസ്സിൽ കണ്ടിട്ടുണ്ടാവും. ആൻറ്റിയമ്മ പറയും, അത് തന്നെയാ എൻ്റെ സംശയം. സാഗർ പറയും, അങ്ങനെയൊന്നും പറയല്ലേ ചേച്ചിയമ്മയുടെ കാര്യങ്ങളെല്ലാം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞതല്ലേ. അവർ പറയും, എനിക്കതൊന്നും വിശ്വാസമായിട്ടില്ല. സുജി പറയും, പറഞ്ഞല്ലേ, ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴാ ആ കുട്ടി കാര്യങ്ങളെല്ലാം അറിയുന്നേ. ഡൽഹി പ്രോജക്റ്റ് പോയതിൽ നമ്മൾ പ്രയാസപ്പെട്ടിരിക്കുന്നതറിഞ്ഞ് ആശ്വസിപ്പിക്കാൻ വന്നതാടാ. വേണമെങ്കിലേ ഈ ഫീൽഡിൽ നിന്ന് തന്നെ മാറാന്ന് പറഞ്ഞു. കൃഷി ചോദിക്കും, എന്നിട്ട് അച്ഛൻ മാറാന്ന് പറഞ്ഞോ? സാഗർ പറയും, ഇങ്ങനെയാണോടാ ചോദിക്കുന്നത്? ഞാൻ കരുതി കാര്യങ്ങൾ അറിഞ്ഞപ്പം നിനക്ക് സന്തോഷമാകുമെന്ന്. ശത്രുതയൊക്കെ ഇല്ലാതാവുന്നത് മനസ്സിന് സുഖം തരുന്ന കാര്യമല്ലേ? ബലരാമന്റെ പെരുമാറ്റം ഇടപെടലും അല്ല നീ ഒന്ന് കാണണമായിരുന്നു. നിന്റെ കൂടപ്പറപ്പായിട്ട് നീ തന്നെ അവനെ സ്വീകരിക്കും, അതുറപ്പാ. കൃഷി കൃപയെ ചേർത്ത് പിടിച്ചിട്ട് പറയും, എനിക്കൊരു കൂടപ്പറപ്പുണ്ട്, അത് മതി, അല്ലാതെ പുതിയ ഇറക്കുമതിയൊന്നും വേണ്ട. എന്നിട്ട് ആൻറ്റിയമ്മയോട് പറയും, എൻ്റെ ആൻറ്റിയമ്മയുടെ ആങ്ങളയ്ക്കും നാത്തൂനും കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ആൻറ്റിയമ്മയെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന കൃഷി അവിടെ നിന്ന് പോകുമ്പോൾ സുജി പുറകെ ചെന്ന് വിളിക്കും. ആ സമയം കൈ തട്ടിയിട്ട് സുജിയുടെ കൈ വേദനിക്കുന്നുണ്ട്. കൃഷി പറയും, എന്താ അമ്മ ഇത്, വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. ആ ബലരാമനല്ലേ ഡ്രസ്സ് ചെയ്തത്, കൈക്ക് കുഴപ്പമുണ്ടാകുന്ന രീതി തന്നെയായിരിക്കും കിട്ടിയേക്കുന്നത്, അമ്മ ഇങ്ങ് വന്നേ. അവർ പറയും, വേണ്ടടാ, എനിക്കിന്ന് ഹോസ്പിറ്റലിലൊന്നും പോവണ്ട. കൃഷി പറയും, ഓ പിന്നെ, ബലരാമൻ ദൈവമൊന്നും അല്ലല്ലോ, ഇത്രയ്ക്ക് അങ്ങ് വിശ്വസിക്കാൻ. സുജി പറയും, ഞങ്ങൾക്കെന്തോ ബലരാമൻ പറയുന്നതിൽ ഒരു സത്യസന്ധത തോന്നി, അതുകൊണ്ട് ആ മോനോട് ഒരു പ്രത്യേക വാത്സല്യവും തോന്നി. നീ അതിനെ പിണങ്ങാനൊന്നും നിൽക്കണ്ട. സാഗർ പറയും, അതെ, എനിക്ക് തോന്നുന്നത് ഇവൻ മറ്റെന്തോ വിഷമത്തിലാണെന്നാ. അതിൻ്റെ ഒരു ദേഷ്യം ഇപ്പം ഇവൻ ഇവിടെ കാണിച്ചത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞൊന്നും നിന്റെ തലയിൽ കയറിയിട്ടില്ല എന്നും അറിയാം. അല്ലെങ്കിൽ പിന്നെ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി എടുക്കുന്ന നീ ഇതിങ്ങനെ എതിർത്ത് നിൽക്കില്ല. നിനക്ക് എന്തോ പ്രശ്നമുണ്ട്. കൃഷി പറയും, എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞതിലൊന്നും ഒരു മാറ്റവും ഇല്ല. ഈ ബലരാമനെ വലിയ മഹാനൊന്നും ആക്കണ്ട, ചതിക്കാൻ വരുന്നവൻ ചിരിച്ചുകൊണ്ടേ വരൂ. കൃഷി പോയി കഴിയുമ്പോൾ ആൻറ്റിയമ്മ പറയുന്നുണ്ട്, അവൻ പറഞ്ഞത് തന്നെ എനിക്കും പറയാനുള്ളൂ, ഒരകലം പാലിക്കണം. സുജി പറയും, ചേച്ചിയമ്മയും കൃഷിയും ബലരാമനെ പരിചയപ്പെട്ട് കഴിയുമ്പം ഈ അഭിപ്രായം എല്ലാം മാറും. അതിന് മറുപടി ഒന്നും പറയാതെ ആൻറ്റിയമ്മ പോകുമ്പോൾ കൃപ പറയുന്നുണ്ട്, ഈ പുതിയ മോൻ സ്നേഹം ഉണ്ടല്ലോ അത്ര നല്ലതിനൊന്നും അല്ല. പിന്നീട് കാണിക്കുന്നത് മനോജിനോട് ധനലക്ഷ്മി പറയുന്നതാണ്, മനോജേട്ടാ, നമ്മൾ മനസ്സിലാക്കിയിടത്തോളം ബലരാമൻ്റെ കയ്യിൽ പൂത്ത കാശുണ്ട്. എന്തോ ഒന്ന് കുറിച്ചതിന് കൺമണിക്ക് ലക്ഷങ്ങളല്ലേ കൊടുത്തത്. കാശ് എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാതെ ഇരിക്കുമായിരിക്കും അവർ. പണം ഉണ്ടെന്നറിഞ്ഞാൽ കൂടാൻ ഒരുപാട് ആൾക്കാർ കാണും. ആരെ അടുപ്പിക്കരുതേ. ബലരാമൻ സാറിൻ്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനാവണം മനോജേട്ടൻ. ഇഷ്ടങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യണം. മനോജ് പറയും, കൺമണി ആ കമ്പനിയിൽ എത്തിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം. പക്ഷേ അത് നടക്കുമെന്ന് തോന്നുന്നില്ല.
ആ സമയം കൺമണി അച്ഛനും കൂടെ അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ധനലക്ഷ്മി പറയും, എൻ്റെ പൊന്നെ 100 ആയുസാ, ഇനിയിപ്പം ഡ്രസ്സ് ഒന്നും മാറി നിൽക്കണ്ട, സമയം കളയാതെ വേഗം ഇറങ്ങിക്കോ. എങ്ങോട്ട് ഇറങ്ങാനാ? കൺമണി ചോദിക്കുമ്പോൾ മനോജ് പറയും, ഞാൻ പറഞ്ഞില്ലേ മോളെ, ബലരാമൻ സാർ വന്നിട്ടുണ്ട്, എന്നോട് സാറിൻ്റെ വീട്ടിൽ ചെല്ലാൻ അറിയിച്ചു, കാര്യങ്ങൾ ഞാൻ നിന്നെ വിളിച്ച് പറഞ്ഞതല്ലേ, അപ്പോൾ ഓഫീസിൽ എന്തോ ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞു, ഇപ്പം ടെൻഷനെല്ലാം മാറിയില്ലേ, ബാ നമുക്ക് പോയിട്ട് വരാം. ധനലക്ഷ്മി പറയും, ആ മനോജേട്ടാ അവിടെ എത്തുമ്പോൾ മുറ്റത്തൊന്ന് നോക്കണേ, ആ പണം കായ്ക്കുന്ന മരം എവിടെയാണ് നിൽക്കുന്നതെന്ന്, ചോട്ടിൽ എന്തെങ്കിലും വീണ് കിടപ്പുണ്ടെങ്കിൽ അതിങ്ങ് എടുത്തുകൊണ്ട് പോന്നേക്കണേ. ശ്രീനിയും മനോജും അതിന് ചിരിക്കത്തേ ഉള്ളൂ. ശ്രീനി എന്നിട്ട് കൺമണിയോട് പറയും, മോള് വേഗം ചെല്ല്, സുമിത്ര മാഡം എത്ര കാര്യമായിട്ടാ നമ്മളെല്ലാം പരിഗണിച്ചത്. കൺമണി പറയും, ഏട്ടാ ഞാൻ പറഞ്ഞതല്ലേ, എനിക്ക് മനസ്സിനൊരു സുഖമില്ല, പിന്നീട് ഒരിക്കൽ വരാം. അതെന്താ ഇപ്പം? ധനലക്ഷ്മി ചോദിക്കുമ്പോഴത്തേക്കും ലക്ഷ്മി എന്ന് മനോജ് വിളിക്കും. അത് ധനലക്ഷ്മിക്ക് ഇഷ്ടാവത്തില്ല. മനോജ് കൺമണിയോട് പറയും, മോളെ ഓഫീസിന്റെ ജോലിയും തിരക്കേണ്ട കാര്യമൊക്കെ മോള് പറഞ്ഞു, അതെല്ലാം കഴിഞ്ഞില്ലേ, ഇനിയിപ്പം ലീവ് എടുക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. സാറ് വന്ന ദിവസം തന്നെ നമ്മൾ നേരിട്ട് ചെന്ന് കാണുമ്പം അദ്ദേഹത്തിന് നമ്മളോട് കൂടുതൽ ബഹുമാനാവില്ലേ? കൺമണി പറയും, ഏട്ടാ എനിക്കറിയാം, ന്യായമായും ഞാൻ അവരെ പോയി കാണേണ്ടത് തന്നെയാ, ഇന്നിപ്പോൾ അദ്ദേഹം വന്നതല്ലേ ഉള്ളൂ, ഏട്ടൻ ഒറ്റയ്ക്ക് ചെന്ന് കാണ്, നമുക്ക് ഒരുമിച്ച് വേറൊരു ദിവസം പോകാം. മനോജ് പറയും, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും എൻ്റെ വാക്കിന് ഒരു വിലയില്ല അല്ലേ? അങ്ങനെയൊന്നും പറയല്ലേ ഏട്ടാ, ഈ ലോകത്ത് എൻ്റെ മനസ്സിൽ ഏട്ടനോടുള്ള സ്ഥാനം എത്രയാണെന്ന് എനിക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ധനലക്ഷ്മി പറയും, പക്ഷെ എനിക്കറിയാം, വട്ടപൂജ്യം, അതാ നീ ഏട്ടന് കൊടുത്തേക്കുന്ന സ്ഥാനം. അനുഭവിച്ചോ മനോജേട്ടാ, ഭാര്യയും വേണ്ട, മോനെയും വേണ്ട, മറ്റാരെയും വേണ്ട, അനിയത്തിയെ മാത്രം മതി. എന്നിട്ടിപ്പം കൂടെ ഒരു സ്ഥലം വരെ വരാൻ വേണ്ടി അനിയത്തിയുടെ കാല് പിടിക്കുന്നു. ശ്രീനി ചോദിക്കും, എന്താ മോളെ ഇത്, നിനക്ക് എന്താ പറ്റിയത്? കൺമണി പറയും, ഒന്നുമില്ല അച്ഛാ, എനിക്കെന്തോ ഒരു സുഖം തോന്നുന്നില്ല, എന്നോട് ദേഷ്യം തോന്നല്ല ഏട്ടാ, സോറി എന്ന് പറഞ്ഞാൽ അവൾ അകത്തേക്ക് കയറിപ്പോകും. കൺമണിയും കൂടെ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് മനോജ് അച്ഛനോട് പറയുമ്പോഴത്തേക്കും ധനലക്ഷ്മി പറയും, ചേട്ടൻ നന്നാകുന്നതിലേ അവൾക്ക് അസൂയ, അത്രേ ഉള്ളൂ. മനോജ് പറയും, ഒന്ന് മിണ്ടാതിരി ലക്ഷ്മി. ധനലക്ഷ്മി പറയും, ആഹാ അത് കൊള്ളാം, അങ്ങാടി തോറ്റതിന് അമ്മയോട് ഞാനൊന്നും പറയുന്നില്ലേ, നിങ്ങൾ ചേട്ടനായി, അനിയത്തിയായി, അച്ഛനായി, നമ്മളൊക്കെ പുറത്തുനിന്ന് വന്ന് കയറിയ ആള്. മനോജ് പറയും, ഞാൻ ഇന്ന് പോകുന്നില്ല അച്ഛാന്നും പറഞ്ഞ് അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ശ്രീനിവാസൻ തടയും. കൺമണിക്ക് കാര്യമായിട്ട് എന്തോ പ്രയാസമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അവൾ പറയില്ല, നീ എന്താണേലും പോകാൻ ഇറങ്ങിയതല്ലേ, ചെല്ല്. ധനലക്ഷ്മിയും പറയും, ആ അത് തന്നെ, ആരെയും കണ്ടിട്ടൊന്നും അല്ലല്ലോ നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത്, ആരില്ലെങ്കിലും ജീവിച്ചല്ലേ പറ്റൂ, ഏട്ടൻ ചെല്ല്. പിന്നെ ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മ വേണം, ബലരാമൻ സാറിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാവണം. ആ ചെല്ലെന്നും പറഞ്ഞ് മനോജിനെ പറഞ്ഞു വിടും. മനോജ് പോയി കഴിയുമ്പോഴത്തേക്ക് ശ്രീനിവാസനോട് ദേഷ്യപ്പെട്ടിട്ട് ധനലക്ഷ്മി ദേഷ്യത്തോടെ തന്നെ അകത്തേക്ക് കയറി കൺമണിയുടെ അടുത്തേക്ക് വരും. എടി 2 പടം വരച്ചെന്ന് കരുതി നീ വലിയ ആളായി പോയിന്നാണോ നിന്റെ വിചാരം? കൺമണി പറയും, പ്ലീസ് ഏട്ടത്തി, ഞാനൊന്ന് ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ. നീ ഒറ്റയ്ക്കോ ഇരട്ടയ്ക്കോ ഇരിക്കുക, ആദ്യം ഞാൻ ചോദിച്ചതിന് സമാധാനം പറ. മനോജേട്ടൻ വിളിച്ചിട്ട് നീ എന്താ പോകാഞ്ഞത്? എന്താ പോകാത്തെന്ന് ഞാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞല്ലോ, ഏട്ടത്തി അത് കേട്ടതാണല്ലോ. ധനലക്ഷ്മി പറയും, കേട്ടു, നിനക്ക് മനപ്രയാസാന്നല്ലേ, നിനക്ക് എന്ത് മനപ്രയാസാന്ന് എനിക്ക് മനസ്സിലാവാത്തത്, പലതും കാണും, അതൊക്കെ എല്ലാവരോടും പറയാൻ പറ്റിയെന്ന് വരത്തില്ല. കൺമണി പറയുമ്പോഴത്തേക്കും ധനലക്ഷ്മി പറയുന്നുണ്ട്, എടി നീ മര്യാദയ്ക്ക് നിലത്ത് നിന്ന് സംസാരിക്കടി, അവളുടെ ഒരു മനപ്രയാസം, ഈ മനപ്രയാസത്തിന് കാരണം എന്താണെന്ന് എനിക്കറിയാം, കൊഴുപ്പ്, ചിലർക്ക് തിന്നിട്ട് പല്ലിൻ്റെ ഇടയിൽ കുത്തുമ്പോൾ ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ടാവും, തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയാലും മറ്റുള്ളവരുടെ പണമൊന്നും ഞാൻ കൊണ്ടുപോയില്ല. കൺമണി പറയുമ്പോഴത്തേക്കും ധനലക്ഷ്മി പറയും, ഓ നിന്റെ നിന്ന് മേടിച്ച പൈസയുടെ കണക്കാണോ നീ പറയുന്നത്? കൺമണി പറയും, അതെ, എന്താ അതിന് കണക്ക് വേണ്ടേ? നീ എന്തുകൊണ്ട് മനോജേട്ടനൊപ്പം പോയില്ല, അതിന് മറുപടി പറയടി. കൺമണി പറയും, ഞാനൊരു കമ്പനിയിൽ ഇപ്പം ജോലി ചെയ്യുക, അവിടുന്ന് അങ്ങനെ ഇട്ടെറിഞ്ഞ് പോരാനൊന്നും എനിക്ക് പറ്റില്ല, എനിക്ക് ചില മര്യാദകളുണ്ട്, അവിടെ കുറച്ച് നിയമങ്ങളുണ്ട്, അതെല്ലാം എനിക്ക് പാലിക്കണം. പിന്നെ BR ഡിസൈൻസിൽ നിന്ന് കൂടുതൽ കാശ് കിട്ടുമെന്നുള്ള കാര്യം, ഏട്ടൻ ഇപ്പോൾ അവിടെ ജോലി ചെയ്യുന്നുണ്ടല്ലോ, ആവശ്യത്തിനുള്ള ശമ്പളം കിട്ടുന്നുണ്ട്, ഏട്ടനും ഏട്ടത്തിയും കൂടെ അതങ്ങ് അനുഭവിച്ചോ. എടി വാചകടിച്ച് നീ ജയിക്കാന്ന് നോക്കണ്ടെന്ന് ധനലക്ഷ്മി പറയുമ്പോഴത്തേക്കും കൺമണി പറയും, ഏട്ടത്തി ഇടത്തിടെ പണി പോയി നോക്ക്. എന്താടി നീ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും കൺമണി പറയും, ഏട്ടത്തി പോയി പണി നോക്കാൻ. വീണ്ടും ധനലക്ഷ്മി എടീന്ന് വിളിച്ചു പറയുമ്പോൾ കൺമണി പറയും, കുറെ നേരമായി എടി പൊടിന്ന് വിളിച്ചുകൊണ്ട് വരുന്നു, ഇനി ഞാനത് കേട്ടിരിക്കില്ല, നീ എന്ത് എവിടെ എന്നെ അങ്ങ് തല്ലുവോ അതോ തിരിച്ചെന്നെ എടീന്ന് വിളിക്കുവോ? ആ സമയം കൺമണിയുടെ ഫോൺ റിങ് ചെയ്യുമ്പം അവൾ ഫോൺ എടുക്കാൻ പോവും. ധനലക്ഷ്മി പറയും, എടി ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയാന്. കൺമണി പറയും, മാനസമേടാ വിളിക്കുന്നത്, ഓഫീസിലെ കാര്യമായി, എനിക്കത് അറ്റൻഡ് ചെയ്യണം, അതുകൊണ്ട് കൂടുതലൊന്നും പറയാൻ ഞാൻ നിൽക്കുന്നില്ല. അവൾ പുറത്തേക്ക് പോകുമ്പോൾ ധനലക്ഷ്മിക്ക് ഭയങ്കര ദേഷ്യം തോന്നും അവളോട്. കൺമണി പുറത്ത് വന്നിട്ട് കോൾ അറ്റൻഡ് ചെയ്യും. ഞാൻ ബാംഗ്ലൂർ ഓഫീസിൽ എത്തിയെന്ന് മാനസ പറയുമ്പോഴത്തേക്കും കൺമണി ചോദിക്കും, യാത്രയൊക്കെ സുഖമായിരുന്നോ മാഡം? അതേന്ന് മാനസ പറയും. കൺമണി പറയും, എന്നാൽ ഞാൻ ഫോൺ വെച്ചോട്ടെ മാഡം. മാനസ ചോദിക്കും, അതെന്ത് പറ്റി? കൺമണിയുടെ ശബ്ദം വല്ലാതിരിക്കുന്നുണ്ടല്ലോ. കൺമണി പറയും, ഒന്നുമില്ല മാഡം. മാനസ പറയും, ഞാൻ കൺമണി ഇപ്പം വിളിച്ചത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കൃഷ്ണനെ കുറേ വിളിച്ചു, പക്ഷേ ഫോൺ എടുക്കുന്നില്ല. കൺമണി ഒന്ന് കൃഷ്ണനെ വിളിച്ചിട്ട് എന്നെ വിളിക്കാനോ അല്ലെങ്കിൽ ഞാൻ വിളിക്കുമ്പോൾ എടുക്കാനോ ഒന്ന് പറയാമോ? പ്രധാനപ്പെട്ട 1-2 ഓഫീസ് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ഒന്ന് അറിയിക്കാമോ? കൺമണി മനസ്സോടെ സമ്മതിക്കും. പക്ഷെ അവൾക്ക് വിളിക്കാൻ നല്ല മടി തോന്നും. പിന്നെ അവൾ രണ്ടും കൽപ്പിച്ച് വിളിക്കും. എടുത്ത ഉടനെ എന്താണെന്ന് കൃഷി ചോദിക്കുമ്പോഴത്തേക്കും കൺമണി പറയും, മാനസമായിട്ട് സാറിനെ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അതിന് കൺമണി പറയും, സാറ് സമയം പോലെ ഒന്ന് തിരികെ വിളിക്കാമോ, ഇല്ലെങ്കിൽ മാനസ മാഡം ഫോൺ ചെയ്യുമ്പം എടുക്കാമോ?
നീ ആരാ മാനസയുടെ ഇടനിലക്കാരിയോ? ഞങ്ങൾ തമ്മിൽ സംസാരിക്കാനുള്ളത് ഞങ്ങൾ തമ്മിൽ പറഞ്ഞോളാം, മധ്യസ്ഥരൊന്നും വേണ്ട. കൺമണി പറയും, ഇത് കഷ്ടമാണ് സാർ, മാനസ ജനറൽ മാനേജറാ. GM എന്നോട് പറഞ്ഞ കാര്യം ഞാൻ വേണ്ട MD അറിയിക്കാൻ, അല്ലാതെ മധ്യസ്ഥതയൊന്നും അല്ല സാർ. കൃഷി ചോദിക്കും, അത് ശരി, നീ തർക്കിക്കാൻ തന്നെ ഇറങ്ങിയതാണോ? കൺമണി പറയും, തർക്കമൊന്നും അല്ല സാർ, തർക്കിക്കാൻ നിൽക്കുന്നത് സാറാ. ഇന്ന് തന്നെ എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു കാര്യമില്ലാതെ സാർ എന്നോട് വഴക്കുണ്ടാക്കി. കൃഷി ചോദിക്കും, ഒരു കാര്യമില്ലാതെയോ? അവിടെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കാര്യങ്ങൾ കൊളാക്കിയത് നീ ആരാ, ജാൻസി റാണിയോ? അവള് പറയും, സാറിനെ പോലെയുള്ള ആണുങ്ങളെ തെറ്റിന് നേരെ കണ്ണടയ്ക്കുമ്പം എന്നെ പോലെയുള്ള പെണ്ണുങ്ങൾ ചിലപ്പോൾ ജാൻസി റാണി ആവും. കൃഷി പറയും, വല്ലാതെ അങ്ങ് ഷൈൻ ചെയ്യണ്ട, മനുഷ്യൻ ഓരോ പ്രശ്നങ്ങളിൽ പെട്ട് ഭ്രാന്തെടുത്ത് നിൽക്കുമ്പോൾ വെറുതെ കയറി ഷൈൻ ചെയ്താലുണ്ടല്ലോ. കൺമണി പറയും, സാറിന് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട് പ്രശ്നങ്ങൾ എന്ന് കരുതി പ്രശ്നങ്ങളൊക്കെ മറ്റുള്ളവരോടല്ല തീർക്കേണ്ടത്. സാറ് മാനസമേടത്തെ വിളിക്കുകയോ വിളിക്കാതിരിക്കുകയോ ചെയ്യുന്നു പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്യും. പിന്നീട് കാണിക്കുന്നത് മനോജ് ബലരാമൻ്റെ വീട്ടിൽ വരുന്നതാണ്. മനോജിനെയും കൂട്ടിക്കൊണ്ട് അവിടെയുള്ള ആള് ബലരാമൻ്റെ അടുത്ത് വന്നിട്ട് പറയും, സാർ ദേ മനോജ് എന്ന്. ഉടനെ തന്നെ അയാൾ കൂട്ടിക്കൊണ്ട് വന്ന ആളിനിട്ട് അടിച്ചിട്ട് പറയും, എടാ ഒരു കാര്യം പറഞ്ഞാൽ അത് വെടിപ്പായിട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ ആ ജോലി ഏറ്റെടുക്കരുത്, അതിന് ഞാൻ വേറെ ആണുങ്ങളെ നിർത്തും. കാര്യം എന്താണെന്ന് നിനക്ക് മനസ്സിലായോടാ? അയാൾ പറയും, മനസ്സിലായി സാർ. ബലരാമൻ പറയും, ഇത് അവസാനത്തെ വാണിങ്ങാ, ഇനി ഒരു വീഴ്ച സംഭവിച്ചാൽ ഇതായിരിക്കില്ല നടക്കുന്നത്, അറിയാലോ എന്നെ. അറിയാൻ സാറെന്ന് അയാൾ പറയും. ഇതെല്ലാം കണ്ട് മനോജ് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക. പെട്ടെന്ന് തന്നെ ബലരാമൻ മനോജിന്റെ നേരെ തിരിയും. ആ മനോജ്, BR ഡിസൈൻസിൽ കൺമണി എന്നാ ജോയിൻ ചെയ്യുന്നത്? മനോജ് പറയും, അത് വൈകാതെ തന്നെ ജോയിൻ ചെയ്യും സാർ. ബലരാമൻ പറയും, എനിക്ക് വൈകാതെ താമസിക്കാതെ എന്നൊന്നും കേൾക്കണ്ട, ഉടൻ തന്നെ ജോയിൻ ചെയ്തിരിക്കണം, പറ്റുമോ? ഉടൻ ജോയിൻ ചെയ്യും സാറിന് അവൻ വിക്കി പറയും. ഉറപ്പാണല്ലോ അല്ലേ? ആലോചിച്ച് മറുപടി തന്നാൽ മതി, ഉറപ്പ് തന്നാൽ അത് പാലിച്ചിരിക്കണം. ബലരാമൻ പറയുമ്പോഴത്തേക്കും മനോജ് പറയും, ഉറപ്പായും ഉടൻ തന്നെ ജോയിൻ ചെയ്യും സാർ. ബലരാമൻ പറയും, ആ ഗുഡ്. പറഞ്ഞ വാക്ക് പാലിക്കുന്നവരെ, കൃത്യമായി ജോലി ചെയ്യുന്നവരെ മതി എൻ്റെ സ്ഥാപനത്തിൽ, അല്ലാതെ ഇവനെ പോലെ കള്ളത്തരം കാണിക്കുന്നവനെ, കൂടെ നിന്ന് ചതിക്കുന്നവനെ എനിക്ക് വേണ്ട. പിന്നെ കൺമണി കമ്പനിയിലേക്ക് വരുമെന്ന് മനോജ് നേരത്തെ തന്നെ എനിക്ക് വാക്ക് തന്നതാ, അതൊക്കെ വിശ്വസിച്ചാണ് ഞാൻ ഈ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തിയത്, അത് ഓർമ്മ വേണം. ഉവ്വ് സാർ, എനിക്കറിയാമെന്ന് മനോജ് പറയുമ്പോൾ ബലരാമൻ ചോദിക്കും, കൺമണിക്ക് BR ഡിസൈൻസിൽ ജോയിൻ ചെയ്യാൻ എന്തെങ്കിലും മടിയുണ്ടോ? അങ്ങനെയൊന്നും ഇല്ല സാറെന്ന് മനോജ് പറയുമ്പോഴത്തേക്കും ബലരാമൻ ചോദിക്കും, പിന്നെന്താ വരാൻ വൈകുന്നത്? മനോജ് പറയും, കൺമണി ജോലി ചെയ്യുന്നിടത്തുനിന്ന് പെട്ടെന്ന് വരാൻ ചില ഫോർമാലിറ്റീസ് ഒക്കെ നോക്കണമല്ലോ സാർ. എന്ത് ഫോർമാലിറ്റീസ് ആണെങ്കിലും ശരി, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തിരിക്കണം. അല്ല, തൻ്റെ അനിയത്തിക്ക് അലിഗയിൽ ആരോടെങ്കിലും പ്രണയോ ചുറ്റിക്കളികളോ എന്തെങ്കിലും ഉണ്ടോ? മനോജ് പറയും, അയ്യോ അങ്ങനെയൊന്നുമില്ല സാർ, അവളുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുക. ബലരാമൻ പറയും, അല്ല ഈ പ്രണയത്തിലൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ വിട്ടുപോരാൻ മടിക്കും, അങ്ങനെയാണോന്നറിയാൻ ചോദിച്ചതാ. മനോജ് പറയും, അങ്ങനെയൊന്നുമില്ല സാർ. ബലരാമൻ പറയും, എന്നാ ശരി മനോജ് പൊക്കോ. മനോജ് അവിടുന്ന് പോകും. അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.